ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും അനുഷ ഫാബ്രിക് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം നമ്മൾ ടൈലറിങ് ക്ലാസ് സ്റ്റിച്ചിങ് ആണ് പഠിച്ചിരുന്നത്. അപ്പം ബാലൻസ് ക്ലാസ് നമ്മളിവിടെ തുടങ്ങുകയാണ്. അതിന് മുമ്പായി തന്നെ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായി കാണണം. അപ്പോൾ ടൈലറിങ് പഠിക്കാൻ ആഗ്രഹിക്കുന്നവരെയും കുറച്ചൊക്കെ തയ്യൽ അറിയാവുന്നവരെയും വീഡിയോയിലേക്ക് നമ്മൾ ഹാർദമായി സ്വാഗതം ചെയ്യുകയാണ്. അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ കണ്ടാൽ മാത്രമേ നിങ്ങൾക്ക് ഈ സ്റ്റിച്ചിങ്ങിനെ പറ്റിയുള്ള ബേസിക് മെത്തേഡുകളെല്ലാം നിങ്ങൾക്ക് പഠിച്ചെടുക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ പ്രത്യേകം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. കഴിഞ്ഞ ദിവസം നമ്മൾ സ്റ്റിച്ചിങ് ആണ് കാണിച്ചിരുന്നത്. പോയിൻറ്റഡ് അതുപോലെ തന്നെ എഡ്ജിലടിക്കുന്ന സ്റ്റിച്ചിങ് ആണ് കാണിച്ചു തന്നത്. അപ്പം അതിന് നമ്മൾക്ക് ഇപ്പോൾ ഇന്ന് നമ്മളിവിടെ കാണിക്കുന്നത് പോയിൻറ്റഡ് സ്റ്റിച്ച് കുറച്ചുകൂടെ സ്റ്റിച്ച് ചെയ്ത് അറിയത്തില്ലാത്തവർക്ക് കുറച്ചുകൂടെ ഐഡിയ വരത്തക്ക രീതിയിലാണ് സ്റ്റിച്ച് ചെയ്ത് കാണിക്കുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളൊരു വേസ്റ്റ് പീസ് എടുക്കുക. വേസ്റ്റ് പീസ് എടുത്തിട്ട് അതിൽ സ്റ്റിച്ച് ചെയ്യണം. ഇവിടെ നമ്മൾ എഡ്ജിൽ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യുക. എഡ്ജിൽ കൂടെ തന്നെ അടിക്കണം കേട്ടോ. പൈപ്പിംഗ് വരരുത്. ഒരേപോലെ മാർജിൻ ഒരേപോലെ തന്നെ പിടിച്ചിട്ട് വേണം സ്റ്റിച്ച് ചെയ്യാനായിട്ട്. ഏറ്റവും നന്നായി നമ്മൾ പ്രാക്ടീസ് ചെയ്ത് വീട്ടിൽ മെഷീനുള്ളവർ നന്നായി സ്റ്റിച്ച് ചെയ്ത് നമുക്ക് ഈ പോയിൻറ്റഡും എഡ്ജിലടിക്കുന്ന സ്റ്റിച്ചും നന്നായി പെർഫെക്റ്റായി എടുക്കുക. കുറച്ച് സമയം എടുക്കും, കുഴപ്പമില്ല. പതുക്കെ സ്റ്റിച്ച് ചെയ്ത് നമ്മൾ ഇത് സ്ട്രൈറ്റായിട്ട് അടിക്കാനായിട്ട് പഠിച്ചെടുക്കണം. അപ്പോൾ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് നമുക്ക് എത്ര കൈ സെറ്റാവുന്നോ അതേപോലെ തന്നെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവരണം. ഈ ടെൻഷൻ്റെ ഈ സൈഡുണ്ടല്ലോ, ഈ സൈഡിൽ കൂടെ തന്നെ ഈ സ്റ്റിച്ച് ഇങ്ങനെ പോകുന്നുണ്ടോ എന്ന് മാത്രം നോക്കിയാൽ മതി. അപ്പോൾ നമ്മുടെ കണ്ണ് കറക്റ്റായിട്ട് ഈ സ്റ്റിച്ചിൽ കൂടെ തന്നെ വിട്ട് കഴിഞ്ഞാൽ നമുക്ക് ആ പോയിൻറ്റഡ് കറക്റ്റായിട്ട് വരും. ആദ്യത്തെ സ്റ്റിച്ച് വളയാതെ അടിച്ചു കഴിഞ്ഞാൽ പിന്നെ ബാക്കി എല്ലാ സ്റ്റിച്ചുകളും തന്നെ കറക്റ്റായിട്ട് വളയാതെ നമുക്ക് അടിച്ചെടുക്കാനായിട്ട് സാധിക്കും. നമ്മളിങ്ങനെ സ്റ്റിച്ച് ചെയ്ത് എടുക്കുക. അതിനുശേഷം എഡ്ജിലടിക്കുന്ന സ്റ്റിച്ചും അതുപോലെ തന്നെ ബെൻഡാകാതെ ഉണ്ടോ വളയാതെ നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്ത് എടുക്കണം. ഈ രണ്ട് സ്റ്റിച്ചിങ് ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് ടൈലറിങ്ങിൻ്റെ ഏകദേശം ഐഡിയ, സ്റ്റിച്ചിങ് എങ്ങനെയാണ്, ഏത് സ്റ്റിച്ചാണ് ഇടേണ്ടതെന്ന് കൂടുതൽ ടെൻഷൻ ഇല്ലാതെ ഇടാനായിട്ട് എളുപ്പത്തിൽ സാധിക്കുന്നതാണ്. ഇനി അടുത്തത് നമ്മൾ ഒരു പെറ്റിക്കോട്ടാണ് ആദ്യമായിട്ട് ടൈലറിങ്ങിൽ ഇവിടെ പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ പെറ്റിക്കോട്ട് കട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഇവിടെ ഒരു പേപ്പർ എടുത്തിട്ടുണ്ട്. ഈ പേപ്പറിൻ്റെ നീളം ഭാഗത്തിൽ നമ്മളിങ്ങനെ മടക്കി വെക്കണം. പേപ്പറിൻ്റെ നീളം ഭാഗം ഉണ്ടല്ലോ, വീതിക്കല്ല, വീതിപാടിന് മടക്കണം. അപ്പോൾ പേപ്പർ ആയതുകൊണ്ട് മാത്രം നമ്മൾ വീതിപാടിന് മടക്കിയിട്ട് തുണിയുടെ നീളം പാട് ലെന്താണ് മാർക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ ബോഡി പാർട്ടിന് വേണ്ടിയിട്ട് പെറ്റിക്കോട്ടിന് എങ്ങനെയാണ് മെഷർമെൻറ്റ് എടുക്കുന്നതെന്നാണ് ഇപ്പോൾ ഇവിടെ നോക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ഒരു പെറ്റിക്കോട്ടിന് ഒരു കുട്ടിക്ക് തയ്ക്കുന്നതിന് വേണ്ടിയിട്ട് അതിന് ഫുൾ ലെന്ത് എടുക്കണം. ഫുൾ ലെന്ത് എടുത്തിട്ട് അതിന് ബോഡി ലെന്ത് നമ്മൾ സെപ്പറേറ്റ് മാർക്ക് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഫുൾ ലെന്തിൽ നിന്ന് സ്കേർട്ടിൻ്റെ ലെന്ത് എത്രയാണെന്ന് ചെക്ക് ചെയ്തിട്ട് സ്കേർട്ട് ലെന്ത് മൈനസ് ചെയ്യണം. ഇപ്പോൾ ഫുൾ ലെന്ത് വരുന്നത് ഒരു 22-23 ആണെങ്കിൽ ബോഡി ലെന്ത് എത്ര വേണം? 9.5 10 എടുക്കും നമ്മൾ, അല്ലേ? അപ്പോൾ 9.5 10 എടുത്തു കഴിഞ്ഞാൽ ബാക്കി വരുന്നത് 10 ഇഞ്ചാണ്. ഇപ്പം എത്രയാണ്?
20, 23, 20 വരുന്നുണ്ടെന്ന് വിചാരിക്കട്ടെ ഒരു കുട്ടിയുടെ ഫുൾ ലെന്ത്. അപ്പോൾ നമുക്കൊരു 10 എടുത്ത് ഇതിനെ ബോഡിക്ക് വേണ്ടിയിട്ടൂടെ മാർക്ക് ചെയ്യുക. ബാക്കി വരുന്നത് 10 അപ്പോൾ അതവിടെ കട്ട് ചെയ്ത് നമ്മൾ മാറ്റി വെക്കണം സ്കേർട്ടിന് വേണ്ടിയിട്ട്. കട്ട് ചെയ്ത് നമ്മളവിടെ മാറ്റി വെച്ചു. നമ്മളിങ്ങനെ 4 ആക്കി മടക്കിയിട്ടുണ്ട്. ഇവിടെ ഫോൾഡ് ഉണ്ട്. ഇവിടെ 2 പീസിനും ബാക്കിനും ഫ്രണ്ടിനും ഫോൾഡ് വരുന്നുണ്ട്. അപ്പോൾ പീസ് ലെവലില്ലെങ്കിൽ നമ്മളൊന്ന് പീസ് ലെവലാക്കി കൊടുക്കണം. പീസ് ലെവലാക്കി കൊടുത്ത ശേഷം കഴുത്തിൻ്റെ അകലമാണ് ആദ്യമായിട്ട് എടുക്കേണ്ടത്. കഴുത്തിൻ്റെ അകലം എടുക്കുന്ന കുട്ടികൾക്കൊക്കെ ആകുമ്പം 1.25 2 ഇഞ്ച് എടുത്താൽ മതിയാവും. അല്ലെങ്കിൽ കഴുത്ത് വല്ലാണ്ട് വൈഡായി പോകും. അതിനുശേഷം നമുക്ക് റെഡി എത്ര കിട്ടണം, 2 ഇഞ്ച് കിട്ടണമെങ്കിൽ 2, 2.5 അല്ലെങ്കിൽ 2.25, കൂടി വന്നാൽ 2.25 എടുത്ത് ഇവിടെ ഒരു മാർക്ക് കൊടുക്കാം. അതിനുശേഷം നമുക്ക് കൈക്കുഴിയാണ് വേണ്ടത്. കൈക്കുഴിക്ക് എത്രയാണ് സാധാരണ കുട്ടികൾക്ക് വേണ്ടത്? ഇവിടുന്ന് മൊത്തം ഷോൾഡർ എത്രയാണെന്ന് നോക്കണം. അപ്പോൾ 4.5 വരുന്നുണ്ട്. കുട്ടികൾക്കൊക്കെ നമ്മൾ 4.5 5 ഇഞ്ച് കൈക്കുഴി മതിയാവും. അപ്പോൾ നമ്മളിവിടെ ഒരു 4.5 4.25 5 ഇഞ്ചിനുള്ളിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഇവിടെ ഒരു 1.5 ഇഞ്ച് വിട്ടിട്ട് നമ്മളിവിടെ ഒരു മാർക്ക് കൊടുക്കുന്നു. ആ ബാക്കിൽ കൂടെ തന്നെ ഇങ്ങനെ ഒരു മാർക്ക് ഷേപ്പ് ചെയ്ത് കൊടുക്കുക. 1-1.5 ഇഞ്ച് ഇവിടെ ഷേപ്പ് എടുക്കാം. ഫ്രണ്ട് ഷേപ്പ് ഒരു 1/4 ഇഞ്ചിയുടെ ഉള്ളിലോട്ട് തള്ളിയിട്ട് ഇവിടെ ഒരു ചെറിയ ഷേപ്പ് ഇങ്ങനെ വരച്ച് വെക്കുക. എന്നിട്ട് ആദ്യം ബാക്ക് കട്ട് ചെയ്ത ശേഷം ഫ്രണ്ട് സെപ്പറേറ്റ് എടുത്ത് നമ്മൾ കട്ട് ചെയ്യുക. അപ്പം ഫ്രണ്ടിൻ്റെ നെക്ക് മാർക്ക് ചെയ്യണം. ഫ്രണ്ടിൻ്റെ നെക്ക് മാർക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എങ്ങനെ, ആദ്യം ഫ്രണ്ട് നെക്ക് എത്രയാണ് വരുന്നതെന്ന് നോക്കുക. ഫ്രണ്ട് നെക്കിൻ്റെ ആ മെഷർമെൻറ്റ് തന്നിട്ടുണ്ടെങ്കിൽ ആ അളവ്, കുട്ടിയുടെ അളവ് എത്രയും ചെക്ക് ചെയ്ത ശേഷം 3.5 4 ആയിരിക്കും ഫ്രണ്ട് കൊടുത്തിരിക്കുക. അപ്പോൾ നമ്മളൊരു 3.5 3.25 അല്ലെങ്കിൽ 4 ഇവിടെ മാർക്ക് ചെയ്യുന്നു. ബാക്ക് എത്രയാണെന്ന് നോക്കുക. 2 2.5 ആയിരിക്കും. അപ്പോൾ നമ്മളിവിടെ 2 2.5 ഇവിടെ ഒരു മാർക്ക് ചെയ്യാം. അതിനുശേഷം ഇവിടെ നിന്ന് ബാക്ക് ഇവിടുന്ന് റൗണ്ട് ഷേപ്പ് എടുക്കുന്നു. ഫ്രണ്ട് സ്ക്വയർ ആണെങ്കിൽ സ്ക്വയർ വരയ്ക്കാം, റൗണ്ടാണെങ്കിൽ റൗണ്ട് വരയ്ക്കാം. ഇപ്പം ഞാനിവിടെ റൗണ്ടാണ് വരയ്ക്കുന്നത്. അത് നിങ്ങളുടെ ഇഷ്ടത്തിന് ഏത് ഷേപ്പ് വേണമെങ്കിലും ഫ്രണ്ട് എടുക്കാവുന്നതാണ്. ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ ബോഡി പാർട്ടിൻ്റെ മാർക്കിങ്. പെറ്റിക്കോട്ടാണ്. അപ്പോൾ പെറ്റിക്കോട്ടിന് കഴുത്ത് നമ്മൾ അകലം എടുത്തു, ബോഡി ലെന്ത് എടുത്തു. ബോഡി ലെന്ത് എടുക്കുന്നത് എങ്ങനെയാണ്? ഫുൾ ലെന്ത് ചെയ്യുന്ന സ്കേർട്ട് ലെന്ത് മൈനസ് ചെയ്തിട്ട് വേണം ബോഡി ലെന്ത് എടുക്കാൻ. ബോഡി ലെന്ത് എപ്പോഴും നമുക്ക് പുക്കിളിൻ്റെ താഴെ വരത്തക്ക രീതിയിൽ കുട്ടിയുടെ മെഷർമെൻറ്റ് എടുക്കുകയോ അല്ലെങ്കിൽ അളവുണ്ടെങ്കിൽ അളവ് ഡ്രസ്സിൽ നിന്ന് എടുക്കുകയോ ചെയ്യാം. പിന്നെ നമുക്ക് ഷോൾഡർ റെഡി എത്ര വേണമെന്ന് നോക്കാം. ഷോൾഡർ കുറഞ്ഞു പോകാൻ പാടില്ല, തയ്ച്ചു വരും. അപ്പോൾ നമ്മൾ അതനുസരിച്ച് ഷോൾഡർ എടുക്കണം. അതിനുശേഷം കൈക്കുഴി എടുക്കുക. കൈക്കുഴി എത്ര വരും? ഫുൾ ഷോൾഡറിന് എത്രയുണ്ടെന്ന് ചെക്ക് ചെയ്തിട്ട് വേണം കൈക്കുഴി എടുക്കാൻ. അപ്പം 4 4.5 അല്ലെങ്കിൽ 5 മാക്സിമം എടുക്കുക കുട്ടികൾക്കായതുകൊണ്ട്. അപ്പോൾ വലിയ ആൾക്കാർക്കാകുമ്പം നമുക്ക് കൈക്കുഴി ഇനിയും താഴും. 5.5 6 എടുക്കേണ്ടി വരും. 6 6.5 എടുക്കും. അപ്പോൾ അതല്ല, കുട്ടികളുടെ ആകുമ്പം അളവിൽ കുറേ വ്യത്യാസം വരുന്നുണ്ട്. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അതിനുശേഷം ബാക്ക് 1-1.5 ഇഞ്ച് ബാക്ക് ഷേപ്പ് വരയ്ക്കുന്നു ബോഡിക്ക്. പിന്നെ ഫ്രണ്ട് ഷേപ്പ് 1/4 ഇഞ്ച് ഉള്ളിലോട്ട് തള്ളിയിട്ട് ഫ്രണ്ട് ഷേപ്പും വരയ്ക്കുന്നു. അതിനുശേഷം ഇവിടെ വേണം ചെറിയൊരു ഷേപ്പ് കൊടുക്കുക. 1/4 ഇഞ്ചിൽ ഇങ്ങനെ ഒരു മാർക്ക് കൊടുക്കുക. അതിനുശേഷം നമുക്ക് ഇതിനെ ഇവിടുന്ന് കട്ട് ചെയ്തെടുക്കണം. കട്ട് ചെയ്തെടുത്തിട്ട് ഇവിടുന്ന് ഇങ്ങനെ കട്ട് ചെയ്ത് മാറ്റാവുന്നതാണ്. അതിനുശേഷം ആദ്യം നമ്മൾ എപ്പോഴും കട്ട് ചെയ്യേണ്ടത് ബാക്ക് നെക്കാണ്, ബാക്ക് കൈക്കുഴിയാണ്. ഫ്രണ്ട് കട്ട് ചെയ്യാൻ പാടില്ല. രണ്ടാമതാണ് ഫ്രണ്ട് കട്ട് ചെയ്യേണ്ടത്. അപ്പം ബാക്കിൻ്റെ നമ്മൾ കൈക്കുഴിയും ബാക്ക് നെക്കും കട്ട് ചെയ്ത് കഴിഞ്ഞ് അതിനുശേഷം നമ്മൾ ഈ അകത്തുള്ള പീസ് ബാക്കാക്കി ഇവിടെ മാറ്റി വെക്കുന്നു. അതിനുശേഷം ഫ്രണ്ട് കൈക്കുഴി വരച്ചിട്ടുണ്ടല്ലോ, അതേപോലെ നമ്മൾ 1/4 ഇഞ്ച് ഉള്ളിലോട്ട് തള്ളിയിട്ട് ഇവിടെ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുന്നു. ഫ്രണ്ടും അതേപോലെ തന്നെ നെക്കിൻ്റെ ഭാഗം ഇങ്ങനെ കുഴിച്ച് വരച്ചിട്ടുള്ള ഭാഗത്ത് കറക്റ്റായിട്ട് ഇങ്ങനെയൊന്ന് റൗണ്ട് ഷേപ്പ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നു. അപ്പോൾ നമ്മുടെ ഫ്രണ്ടിൻ്റെ മാർക്ക് കഴിഞ്ഞു. അപ്പോൾ ചെസ്റ്റ് അളവ് എത്രയാണെന്ന് ചെക്ക് ചെയ്യണം. ചെസ്റ്റ് അളവ് ചെക്ക് ചെയ്തിട്ട് ഇവിടെ മാർക്ക് കൊടുക്കുക. ചെസ്റ്റ് അളവ് എത്രയാണ് വന്നിരിക്കുന്നത്? 20 ആണെങ്കിൽ ഈ 4 20 4ആക്കി മടക്കിയതുകൊണ്ട് ഇവിടെ 1-1.25 ഇഞ്ച് ഇവിടെ മാർജിന് ഇവിടെ മാർക്ക് ചെയ്യണം. അപ്പം നമുക്ക് തയ്യൽ തുമ്പ് ഏകദേശം ഇത്രയും മതിയാവും. അപ്പോൾ അതനുസരിച്ച് നിങ്ങൾ ഇവിടെ മാർക്ക് ചെയ്യുക. ഷേപ്പ് അതുപോലെ തന്നെ ചെറിയൊരു ഷേപ്പിലൂടെ തന്നെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് പോകണം. ഇത്രയും ഇതാണ് ബോഡി പാർട്ട്. അപ്പം ഇത് ഏകദേശം മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. ഇനി ഒന്നും കൂടെ വേണമെങ്കിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. ആദ്യം എന്ത് ചെയ്യണം? ഫുൾ ലെന്ത് ചെയ്യുന്ന സ്കേർട്ട് ലെന്ത് മൈനസ് ചെയ്തിട്ട് ബോഡി ലെന്ത് എടുക്കണം. അതിനുശേഷം മാർക്കിങ് ഓരോന്നും ചെക്ക് ചെയ്ത് ഓരോ ഭാഗങ്ങളും കഴുത്തകലം, ഷോൾഡർ, കൈക്കുഴി, ഫ്രണ്ട് നെക്ക്, ബാക്ക് നെക്ക് എല്ലാം പ്രത്യേകം മാർക്ക് ചെയ്യണം.
മാർക്ക് ചെയ്യുന്നത് ചെസ്റ്റ് അളവ് നോക്കുക. ചെസ്റ്റിൻ്റെ കാൽ ചെസ്റ്റ് പ്ലസ് 1.5 ഇഞ്ചാണ് എപ്പോഴും മാർജിൻ എടുക്കുക. അതുപോലെ തന്നെ ഷേപ്പും കാൽ ഷേപ്പ് പ്ലസ് 1.5 ഇഞ്ചാണ് ഇവിടെ മാർജിൻ എടുക്കേണ്ടത്. ഇവിടുത്തെ അളവ് എടുക്കേണ്ടത്. അപ്പോൾ അതിനുശേഷം നമ്മൾ ഇവിടുന്ന് ഇങ്ങനെ കട്ട് ചെയ്ത് ബാക്ക് ഷേപ്പ് ആദ്യം കട്ട് ചെയ്യുക. അതിനുശേഷം ഫ്രണ്ട് ബാക്കും കൈക്കുഴിയും ബാക്ക് നെക്കും ഫ്രണ്ടിൻ്റെ കൈക്കുഴിയും അതുപോലെ തന്നെ ബാക്ക് ഫ്രണ്ടിൻ്റെ നെക്കും നമ്മൾ കട്ട് ചെയ്ത് മാറ്റണം. പിന്നെ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ ഇവിടെ സ്കേർട്ടാണ് ഇനി അടുത്തുള്ളത്. ഈ സ്കേർട്ടിന് വേണ്ടിയിട്ട് ഈ പീസ് ഉണ്ടല്ലോ, ഈ പീസിനെ നമ്മൾ 2ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ട് ഇതിനെ ഇവിടുന്ന് സെൻറ്ററിൽ കട്ട് ചെയ്തെടുക്കുക. അപ്പം ഈ ബോഡിയുടെ ത്രിബിൾ ആണ് സ്കേർട്ട് എടുക്കേണ്ടത്. എപ്പോഴും ത്രിബിളായിട്ട്, അതായത് ഡബിൾ അല്ല ത്രിബിളായിട്ട് എടുക്കുക. അല്ലെങ്കിൽ ത്രിബിളിനേക്കാളും കുറച്ച് കൂടിയാലും കുഴപ്പമില്ല. ചുരുക്ക് വേണ്ട പോലെ നമുക്ക് അത് അഡ്ജസ്റ്റ് ചെയ്തിടാം. എന്നിട്ട് നമ്മൾ ചുരുക്ക് ഈ പീസിനെ ഇത് ഡിവൈഡ് ചെയ്തിട്ട് ഫ്രണ്ടിനും ബാക്കിനും ഡിവൈഡ് ചെയ്തിട്ട് ചുരുക്ക് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇട്ട് കൊടുത്ത് അതിനെ ജോയിൻറ്റ് ചെയ്ത് കൈയും കഴുത്തും മടക്കി അടിച്ച് ഷോൾഡർ അടിച്ച് സൈഡ് അടിക്കുക. ഇത്രേ ഉള്ളൂ. അപ്പം ഇന്നത്തെ പേപ്പർ കട്ടിങ്ങിലൂടെയാണ് നമ്മൾ ഈ പെറ്റിക്കോട്ടിനെ കുറിച്ചുള്ള ഐഡിയകൾ നിങ്ങൾക്ക് പറഞ്ഞു തന്നിരിക്കുന്നത്. എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. മനസ്സിലാകാത്തവർ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഡൗട്ടുകൾ ഞാൻ ക്ലിയർ ചെയ്ത് തരുന്നതാണ്. അപ്പം സ്റ്റിച്ചിങ് നമ്മൾ അടുത്ത ദിവസം കാണിക്കുന്നതാണ്. സ്റ്റിച്ചിങ്ങിന് തുണി റെഡി ആയിട്ടുണ്ടെങ്കിൽ അതിൽ നിങ്ങൾ മാർക്ക് ചെയ്യാനായിട്ട് ഇതേപോലെ മെഷർമെൻറ്റ് എടുക്കാനും ഒക്കെ ഞാൻ പറഞ്ഞു തരുന്ന സമയത്ത് തന്നെ വേണമെങ്കിൽ മാർക്ക് ചെയ്ത് വെക്കുക. കട്ട് ചെയ്ത് എൻ്റെ ഒപ്പം തന്നെ സ്റ്റിച്ച് ചെയ്യാൻ ആഗ്രഹമുള്ളവർക്ക് സ്റ്റിച്ച് ചെയ്ത് എടുക്കാവുന്നതാണ്. ഓക്കെ, അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇനി അടുത്ത ദിവസം നമുക്ക് ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ്. അടുത്ത ദിവസം പുതിയൊരു വീഡിയോയുമായി നമുക്ക് കാണാം. ഓക്കെ, താങ്ക് യു.